Good morning, students. Today we are going to discuss about diffusion of substances in different states. First of all, we have to discuss about diffusion. What is diffusion? So by definition, diffusion means it is the spontaneous mixing of different particles having freedom of movement. Spontaneous meaning is very quickly, rapidly. So actually diffusion is the rapid mixing of different particles having freedom of movement. Freedom of movement means they are moving particle. There is no restriction for movement. So they are free to move everywhere. So diffusion, what is diffusion? It is the random or rapid or spontaneous mixing of different particles having freedom of movement. അതായത് നമ്മുടെ റിയൽ ലൈഫിലെ ഈ ഡിഫ്യൂഷനിൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. അതിലൊരു എക്സാമ്പിളാണ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻസെൻസ് സ്റ്റിക്ക് നമ്മളൊന്ന് കത്തിച്ച് വെച്ചു എന്ന് വിചാരിക്കുക. ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചന്ദനത്തിരി. അത് നമ്മൾ റൂമിൽ ഒരു കോർണറിലാണ് വെക്കുക അല്ലേ. പക്ഷേ അതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ആ റൂം മുഴുവനായിട്ടും അതെന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ആ സ്മെല്ല് ആ റൂമിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുന്നത്? അതേപോലെ തന്നെ നിങ്ങൾ വേറെ നമ്മളൊരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ നമ്മളൊരു കുറച്ച് ഇങ്ക് ആഡ് ചെയ്താൽ നമുക്ക് അത് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ കാണാൻ പറ്റും അല്ലേ. ഇങ്ക് നമ്മളത് ഒഴിച്ചാൽ ആ ഇങ്ക് അവിടെ തന്നെ നിൽക്കില്ല. അത് യു ക്യാൻ സീ ദാറ്റ് ഇങ്ക് സ്പ്രെഡിങ് ത്രൂ ഔട്ട് ദാറ്റ് വാട്ടർ. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ഡിഫ്യൂഷൻ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് പഠിച്ചിരുന്നു അല്ലേ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റേഴ്സ്. അതിൽ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ദ പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂവസ്ലി മൂവിങ് എന്ന് പറയുന്നത് അല്ലേ. സോ എല്ലാ മാറ്ററിലുള്ള പാർട്ടിക്കിൾസും എന്തായിരിക്കും, ദേ ആർ കണ്ടിന്യൂവസ്ലി മൂവിങ് പാർട്ടിക്കിൾസ്. അങ്ങനെ അവർക്ക് മൂവ്മെൻ്റ് ഉള്ള, അതായത് ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും ഈ മൂവ്മെൻറ്റ്. അതായത് സോളിഡ് സ്റ്റേറ്റിൽ മൂവ്മെൻറ്റ് വളരെ കുറവാണ്, ലിക്വിഡ് സ്റ്റേറ്റിൽ ഇൻ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഗ്യാസ് ആണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് വളരെ കൂടുതലുള്ളത്. അപ്പം ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും കൂടുതൽ ഡിഫ്യൂഷൻസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഗസ് ചെയ്ത് നോക്കൂ, ഡിഫ്യൂഷൻ ഏതിലായിരിക്കും കൂടുതൽ, സോളിഡിലോ ലിക്വിഡിലോ ഗ്യാസിലോ? ഡെഫിനറ്റ്ലി ഏറ്റവും ഫ്രീഡം ടു മൂവ് ഉള്ള ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും ഡിഫ്യൂഷൻ ഏറ്റവും കൂടുതൽ, പിന്നെ ലിക്വിഡിലായിരിക്കും, പിന്നെ വളരെ കുറവാണ് സോളിഡിൽ. അപ്പോൾ ഡിഫ്യൂഷൻ്റെ കാരണം എന്ത് പറഞ്ഞാൽ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു നാച്ചുറൽ ലോ പ്രകാരം ഒരു ഹയർ കോൺസെൻട്രേഷനിൽ ഒരു ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് എപ്പോഴും കാര്യങ്ങൾ മൂവ് ചെയ്യാം. അതായത് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ന ഒരു രീതിയിലാണ് നമ്മളുടെ നാച്ചുറലി എല്ലാ കാര്യങ്ങളും നടക്കുക, നാച്ചുറലി എല്ലാ ഫിനോമിനൻസും നടക്കുക. അതായത് ഇപ്പം ഒരു വെള്ളച്ചാട്ടമാണെങ്കിൽ വെള്ളം ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്നും ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തേക്കേ ഒഴുകുള്ളൂ. നേരെ മറിച്ച് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് ഒഴുകില്ല. ഉണ്ടോ? ഇല്ല. അപ്പം ഉയരം കുറഞ്ഞ സ്ഥലത്തു നിന്ന് കൂടിയ സ്ഥലത്തേക്ക് ഒരിക്കലും ഒരു വെള്ളം, അല്ലെങ്കിൽ ഇനിയിപ്പം നമ്മൾ പന്താണെങ്കിലും ഉയരം കൂടിയ സ്ഥലത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണെങ്കിൽ അത് വീഴും അല്ലേ. മുകളിലേക്ക് പോയാൽ അത് താഴേക്ക് വീഴും. പക്ഷെ മുകളിൽ നിന്ന് താഴേക്ക്, കൂടിയ സ്ഥലത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പം അങ്ങനെയാണ് നമ്മൾ നാച്ചുറൽ എല്ലാ ഒരു ഫിനോമിനൻസും നടക്കുന്നത്. അപ്പം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ആ ഒരു കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും ഈ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത്. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വേഗം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫ്യൂഷൻ ഏതൊക്കെ എക്സാമ്പിൾസ് പറയാം? നമ്മൾ ചന്ദനത്തിരിയുടെ ഇൻസെൻസ് സ്റ്റിക്കിൻ്റെ എക്സാമ്പിൾ പറയാം. അതേപോലെ ഇങ്ക് സ്പ്രെഡിങ് ഇൻ ദി ലിക്വിഡ് എക്സാമ്പിൾ പറയാം. ഇനി ഇപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് ഡിഫ്യൂഷൻ എന്ന് നോക്കി, ഡിഫ്യൂഷൻ്റെ കാരണം എന്താണെന്ന് നോക്കി, ഡിഫ്യൂഷൻസ് എക്സാമ്പിൾസ് നോക്കി. ഇനി നമ്മളുടെ ഈ ഡിഫ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. മീൻസ് അതിനൊരു ക്ലൂ തരാം, നിങ്ങളത് ഗസ് ചെയ്ത് പറയാം. ഓക്കെ, നമ്മൾ അമ്മ അടുക്കളയിൽ നല്ല ബിരിയാണി ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ അടുക്കളയിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു മണം നമുക്ക് ദൂരെ ഇരിക്കുന്ന അതിൻ്റെ ചുറ്റുപാടും എല്ലാം നമുക്ക് സ്പ്രെഡ് ചെയ്യും അല്ലേ. നമ്മൾ അടുക്കളയിൽ പോകണമെന്നില്ല, നമുക്ക് നേരത്തെ തന്നെ അതിൻ്റെ മണം കിട്ടും. നേരെ മറിച്ച് ഒരു തണുത്ത ഒരു ഫുഡാണെങ്കിലോ, ഒരു ചൂടുള്ള ഒരു ഫുഡിൻ്റെ ആണോ, ഒരു തണുപ്പുള്ള അല്ലെങ്കിൽ വളരെ കോൾഡായിട്ടുള്ള ഒരു ഫുഡിൻ്റെ സ്മെല്ലാണോ നമുക്ക് വേഗം കിട്ടുക? അത് ഒന്നാമത്തെ ഒരു ക്ലൂ ആണ്. ഇനി രണ്ടാമത് മിസ് ഒരു വീഡിയോ കാണിക്കാം.
So look at this picture. I'm taking warm water and cold water in glass. I am adding some amount of ink into that hot and cold water. So you just observe the video and tell me what are the factors that influence the diffusion. Okay, I am playing the video now. So here I am adding ink into cold water, then into the hot water. So just look at the movement of, observe the movement of particles in both cases. In which cases the particles are spreading very fast. Yes, you can see in the warm water the particles are particles of ink, or ink is spreading very fast, isn't it? Yes. Then I will tell another example also. നമ്മളുടെ വീട്ടിൽ അമ്മ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്മെല്ല്, ഫോർ എക്സാമ്പിൾ ഇഫ് ഷീ ഈസ് മേക്കിംഗ് ബിരിയാണി, യു ക്യാൻ ഗെറ്റ് ദ സ്മെൽ വെരി ഫാസ്റ്റ്ലി, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? നമുക്കൊരു തണുത്ത ഭക്ഷണത്തിൻ്റെ സ്മെല്ല് നമുക്ക് വേഗം കിട്ടുമോ? ഇല്ല, അല്ലേ? അതെ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഡിഫ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ എന്നുള്ളത്. ടെമ്പറേച്ചർ, അതിൻ്റെ താപനില. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ നിങ്ങൾ പറയൂ ഡിഫ്യൂഷൻ കൂടുമോ കുറയോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കണ്ടു വാം വാട്ടറിലാണ് ദ പാർട്ടിക്കിൾ മിക്സിങ് ഇസ് വെരി ഫാസ്റ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പം ഡിഫ്യൂഷൻ്റെ റേറ്റും എന്ത് ചെയ്യും? കൂടും. ടെമ്പറേച്ചർ ഈസ് ദി ഫാക്ടർ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ഡിഫ്യൂഷൻ. ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഡിഫ്യൂഷൻ റേറ്റ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഡിഫ്യൂഷനിൽ നമ്മൾ പഠിച്ചത് ഇത്രയാണ് ദ ഡെഫിനിഷൻ. വാട്ട് ഈസ് ഡിഫ്യൂഷൻ? ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് particles having freedom of movement. Then examples of diffusion നമ്മൾ പറഞ്ഞു അല്ലേ? ചന്ദനത്തിരി, ഇൻസെൻസ് സ്റ്റിക്ക് കത്തിക്കുന്നത്, അതേപോലെ തന്നെ ദ സ്പ്രെഡിങ് ഓഫ് ഇങ്ക്, ദെൻ സ്പ്രെഡിങ് ഓഫ് പെർഫ്യൂംസ്. നമുക്ക് പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? സ്പ്രേ അടിച്ചിട്ട് വളരെ ദൂരെ കൂടി പോകുന്നവരൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നത്. സോ എന്താ? പെർഫ്യൂമിൻ്റെ സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നത്, ഫുഡിൻ്റെ സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിഫ്യൂഷനാണ്. അതേപോലെ തന്നെ നമ്മളതിൻ്റെ കാരണം പറഞ്ഞു. കാരണം എന്തായിരുന്നു? യെസ്, അത് കോൺസെൻട്രേഷൻ, ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾസ് പെട്ടെന്ന് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇനി അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ദാറ്റ് ഈസ് ടെമ്പറേച്ചർ. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡിഫ്യൂഷൻ ഓൾസോ ഇൻക്രീസസ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഡിഫ്യൂഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. സോ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റർ പഠിച്ചു അല്ലേ? വാട്ട് ഈസ് മാറ്റർ? എനി സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഹാവിങ് എ മാസ് ആൻഡ് സ്പേസ് ടു ഓക്യുപ്പൈ. സോ ഈ മാറ്ററിനെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മാറ്ററിനെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ മാറ്ററിനെ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് we are classified matter into two. One is pure substance and the next one is mixture. Pure substance and mixture. Okay. So what is meant by a pure substance? Pure substance is the material made up of particles of identical nature. അതായത് പ്യുവർ സബ്സ്റ്റൻസിൽ നമുക്ക് ഒരേ സ്വഭാവമുള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരേപോലെയുള്ള ഒരേ സ്വഭാവമുള്ള പാർട്ടിക്കിൾസിനെ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെ, മെറ്റീരിയൽസിനെയാണ് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. സോ can you guess what is mixture? Yes, mixture is made up of different types of particle or different kind of particle. നമ്മളുടെ പേരിൽ തന്നെ ഉണ്ടല്ലേ. ഇപ്പം മിക്സർ, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന മിക്സറിൽ എന്തൊക്കെ ഉണ്ടാവും? യെസ്, കടല ഉണ്ടാവും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ഫ്രൈ ഐറ്റംസ് ഉണ്ടാവും. അപ്പം അതിൻ്റെ എല്ലാം കൂടി ഒരു മിക്സാണ് നമ്മളുടെ മിക്സർ. അപ്പം മിക്സേഴ്സ് എന്ന് പറഞ്ഞാലും എന്താണ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ്. സോ ഈ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മളുടെ ചുറ്റുമുള്ള മാറ്ററിനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ സമയത്ത്, അതായത് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് തിരിക്കാൻ, ക്ലാസിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് പ്യുവർ സബ്സ്റ്റൻസ് ഏതാണ്, മിക്സ്ചർ ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം മിസ്സ് വളരെ ചെറിയൊരു രീതിയിൽ ഇപ്പം പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് കൂടുതൽ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാവും. അപ്പം വാട്ടർ, ഫോർ എക്സാമ്പിൾ ഞാൻ വാട്ടർ എടുത്തു. വാട്ടർ നിങ്ങളൊന്ന് നോക്കുക. നമുക്ക് വാട്ടറിൻ്റെ
ഓരോ ഭാഗത്ത് ഏതൊരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെയല്ലേ കാണാൻ പറ്റുക അല്ലേ, വാട്ടറിൻ്റെ സ്വഭാവം തന്നെയാണ് കാണാൻ പറ്റുക. അപ്പം വാട്ടർ എന്തായിരിക്കും, വാട്ടർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ. സോ വാട്ടറിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഇറ്റ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ ഒരു ഗോൾഡ്, നമ്മൾ ഗോൾഡ് ചെയ്യുന്നു. സോ ഗോൾഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗോൾഡ് പാർട്ടിക്കിൾസിനെ കൊണ്ടാണ് അല്ലേ, ഗോൾഡിൻ്റെ എല്ലാ ഭാഗത്തും ആ ഗോൾഡിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കും ഉണ്ടാവുക. സോ ഗോൾഡിനെ നമുക്ക് എന്ത് പറയാം, വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ പ്യുവർ സബ്സ്റ്റൻസ് ടു. ദെൻ വാട്ട് അബൌട്ട് സാൾട്ട്, ഉപ്പിൽ നമ്മൾ പല ഭാഗത്ത് നിന്ന് എടുത്ത് നോക്കിയാലും ഉപ്പിൽ നമുക്ക് എന്താ ഒരേ സ്വഭാവമാണ് കാണാൻ പറ്റുക. സോ സാൾട്ടും എന്താണ്, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഈ പ്യുവർ സബ്സ്റ്റൻസ് എന്നത് ഉദ്ദേശിക്കുന്നത് അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിലെ കെമിക്കൽ കോമ്പോസിഷനാണ് ഈ പ്യുവർ സബ്സ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പ്യൂരിറ്റീസ് എന്തായാലും ഉപ്പിലും നമ്മളെ വെള്ളത്തിലൊക്കെ ഉണ്ടാവും, അതല്ല നമ്മളുടെ അതിലെ കെമിക്കലി കോമ്പിനേഷനാണ് നമ്മൾ ഈ പ്യുവർ സബ്സ്റ്റൻസിൽ കൂടി നോക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ഷുഗറും എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ എ പ്യുവർ സബ്സ്റ്റൻസ്. പക്ഷേ സോൾട്ട് വാട്ടർ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ബൈ ആഡിങ് സോൾട്ട് ടു വാട്ടർ അല്ലേ. അപ്പം ഇറ്റ് ഈസ് എ മിക്സ്ചർ ആകും, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ. സോ വി കൺസിഡർ സോൾട്ട് വാട്ടർ ആസ് എ മിക്സ്ചർ. അപ്പോൾ ഒന്നിലധികം പ്യുവർ സബ്സ്റ്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതൊക്കെ എന്തായിരിക്കും, മിക്സ്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ കുറച്ച് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിനൊന്നും കൂടി എളുപ്പത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. മിസ് ഇതിലുള്ളത് മാത്രം മിസ് പറയാം. ഗോൾഡ് ഇറ്റ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്, സോഡ വാട്ടർ ഇറ്റ് ഈസ് എ മിക്സ്ചറാണ്. ബിക്കോസ് സോഡ വാട്ടർ എന്ന് പറയുന്നത് സോഡ നമ്മൾ പീടികടയിലൊക്കെ കിട്ടുന്ന സോഡ, അതേപോലെ തന്നെ നമ്മൾ കൊക്കക്കോള, 7up അതൊക്കെ സോഡ ആണ്. അതെങ്ങനെ നമ്മൾ സോഡ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നുള്ള ഒരു മിക്സ്ചറാണ് എന്ത്, സോഡ വാട്ടർ. സോ വി കൺസിഡർ സോഡ വാട്ടർ ആസ് എ മിക്സ്ചർ. ദെൻ സോയിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ മിക്സ്ചറാണ് അല്ലേ. ദെൻ വാട്ടർ നമ്മളിപ്പോൾ പറഞ്ഞു ഇറ്റ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഐസും എന്ത് തന്നെയായിരിക്കും, ഇറ്റ് ഈസ് ഓൾസോ എ പ്യുവർ സബ്സ്റ്റൻസ് ബിക്കോസ് ഐസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോളിഡ് ഫോം ഓഫ് വാട്ടർ. ദെൻ വാട്ടർ വേപ്പർ ഈസ് ഓൾസോ എന്താണ്, ദ ഗ്യാഷ്യസ് ഫോം ഓഫ് വാട്ടർ ആണ്, ദാറ്റ് ഈസ് ഓൾസോ എ പ്യുവർ സബ്സ്റ്റൻസ്. ദെൻ ഷുഗർ ഇറ്റ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. കോമൺ സോൾട്ട് ഇറ്റ് ഈസ് ഓൾസോ എ പ്യുവർ സബ്സ്റ്റൻസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. ദെൻ ഷുഗർ സൊല്യൂഷൻ ഇറ്റ് ഈസ് എ മിക്സ്ചർ. സാൾട്ട് സൊല്യൂഷൻ ഇറ്റ് ഈസ് ഓൾസോ എ മിക്സ്ചർ. സോ ടെക്സ്റ്റിലുള്ള ഈ ഒരു എക്സാമ്പിൾസ് മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നോക്കുക, നമുക്ക് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.